സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മോഡ്യൂൾ 2-ലെ റിമൈനിങ് പാർട്ടിൻ്റെ തുടക്ക ഭാഗം. സോ പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് ഇക്കണോമിക്സ്. പിന്നെ അത് ഇക്കണോമിക് തിയറി, ഇക്കണോമിക്സ് ലോസ്, മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്, അതൊക്കെ നമുക്ക് സമയം കിട്ടുന്ന പോലെ നമുക്ക് തട്ടാം. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് ഇത് നമുക്ക് ഒരു പാരഗ്രാഫ് ചോദ്യത്തിന് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം പാരഗ്രാഫ് ചോദ്യത്തിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ? സാധാരണ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്താ, ഇക്കണോമിക് മോഡൽ എന്താണ് ഹൈപ്പോത്തസിസ്, അപ്പം വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്, വാട്ട് ഈസ് മെത്തഡോളജി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഷോർട്ട് ആൻസർ ചോദിക്കാനുള്ള ഈസി ഷോർട്ട് ആൻസർ പറ്റിയ ടോപ്പിക്കുണ്ട്. അതിലൊരു ടോപ്പിക്കാണിത്. ഇത് പോസിറ്റീവ് ആൻഡ് നോർമറ്റീവ് ഇക്കണോമിക്സ്. ഷോർട്ട് ആൻസർ എന്ന് പറയാൻ പറ്റില്ല, ഷോർട്ട് എസ്സേ. ഓക്കെ, നൗ വാട്ട് ഈസ് പോസിറ്റീവ് ഇക്കണോമിക്സ്? പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമറ്റീവ് ഇക്കണോമിക്സ് ആർ two methods in the study of economics. The two way in which you can study economics, okay, or rather two methods through which you can construct an economic theory. So that is called positive and normative economics. Positive economics explains economics as it is. മനസ്സിലായല്ലോ? ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണോ അതുപോലെ. ഈ ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ഒരു ടെർമിനോളജി കേട്ടോ, ഇംഗ്ലീഷിലെ മനസ്സിലാക്കിക്കോ. നമ്മളെന്താണോ അതുപോലെ തന്നെ. എനിക്കങ്ങനെ മാറാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ ഡയലോഗ് അടിക്കുന്നത്, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ആസ് ഇറ്റ് ഈസ്. എന്താണോ ഇക്കണോമിക്സ് നിലവിലുള്ളത് അതുപോലെ തന്നെ അങ്ങ് ഇക്കണോമിക്സിനെ നോക്കിക്കാണുക. അതാണ് ഏത് പോസിറ്റീവ് ഇക്കണോമിക്സ്. ഇനി നമുക്ക് തൊട്ടടുത്തത് നോർമേറ്റീവ് ഇക്കണോമിക്സാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഇക്കണോമിക്സ് ആസ് ഇറ്റ് ഓട്ട് ടു ബി. ഇക്കണോമിക്സ് എന്തായിരിക്കണം, അതാണ് എങ്ങനെയൊക്കെ ആയിരിക്കണം. നമ്മളെങ്ങനെ ആയിരിക്കണം, നമ്മളെങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ആയിരിക്കണം, വലിയൊരു ഗ്യാപ്പുണ്ടോ? അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് നിലയ്ക്ക് എങ്ങനെ ആയിരിക്കണം, അതാണല്ലോ ആദ്യത്തെ ചോദ്യം. വേറൊരു ഐഡൻറ്റിറ്റി നമുക്കിപ്പോൾ ഇല്ല. 3 വർഷം കൂടെ കഴിഞ്ഞ് നമ്മളൊരു സ്റ്റുഡൻറ്റ് അല്ലാതാകുമായിരിക്കും പകുതി പിള്ളേരും. കുറച്ച് പിള്ളേർ പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കുമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഗെറ്റ് എ ജോബ്. ദെൻ വി ആർ നോ മോർ സ്റ്റുഡൻറ്റ്, വി ആർ ഓൺ എംപ്ലോയിയാണ്. പിന്നെ നമുക്ക് വേറെ ജീവിതത്തിൽ വേറെ കപ്പാസിറ്റിയും കിട്ടും. ബട്ട് നൗ ഫോർ ദി ടൈം ബീങ് വി ആർ സ്റ്റുഡൻറ്റ്സ്. ഓക്കെ, നമുക്കത് ഭയങ്കര ഇഷ്ടമില്ല, സ്റ്റുഡൻ്റ് എന്ന് എപ്പോഴും പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നമുക്ക് പഠിക്കാനുള്ള രീതിയിലുണ്ട്. എന്നാലും നമ്മളോട് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഈ സമൂഹം നമ്മുടെ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് വാട്ട് ഐഡിയലി എ സ്റ്റുഡൻറ്റ് ഷുഡ് ബി, ഓർ വാട്ട് ഐ ആം ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് ഇറ്റ് ഈസ്. അതാണ് പോസിറ്റീവ് ഇക്കണോമിക്സ്. നമ്മളെന്താണോ അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ഇക്കണോമിക്സ്. നമ്മളെന്തായിരിക്കണം അതാണ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. മനസ്സിലായി? ഇത് നമ്മുടെ എക്സാമ്പിളിലാണ് പറഞ്ഞത്, പക്ഷേ തിയറിയിലാണ് നമ്മൾ പോസിറ്റീവ് നോർമേറ്റീവ് ഇക്കണോമിക്സിൽ. നൗ വി ആർ ഗോയിങ് ഇലാബറേറ്റ്ലി വാട്ട് ഈസ് പോസിറ്റീവ് ഇക്കണോമിക്സ്. ഓക്കെ, പോസിറ്റീവ് ഇക്കണോമിക്സ് ഈസ് എ സ്ട്രീം ഓഫ് economics. What is the meaning of stream? Stream is like a branch, if this is economics, okay, then this is one stream, this is another stream. Okay, this is positive economics, this is normative economics. Okay, positive economics and normative economics. Okay, so that is the significance of positive. It is a stream of economics that try to explain ideas and concepts based on how you actually they are. എങ്ങനെയാണ് ഐഡിയാസ്, എങ്ങനെയാണ് നിങ്ങളൊരു ഐഡിയ നോക്കി കാണുമ്പോൾ അതെങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് മാർക്ക്. Okay, so positive economics is a branch of stream of economics that tries to explain ideas and concepts based on how actually they are. Okay, now positive economics focuses on the explanation and measurement of economic ideas and associated phenomena. It depends upon real data analysis, facts and associated figures. It studies cause and effect relation between behavioral relation economics. Cause and effect, നമ്മളിപ്പോൾ ഉദാഹരണം പറയുന്നത്, നമുക്ക് സ്ഥലത്തു നിന്ന് ഭയങ്കര റിട്ടേൺ കിട്ടി. അതിൻ്റെ കാരണം എന്താ? നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രീക്വൻ്റായിട്ട് കൃഷി ചെയ്തു. സോ കൃഷി റിട്ടേണിന് കാരണമാവുക. മനസ്സിലായല്ലോ? സോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ അതൊക്കെ നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കും. സോ ദാറ്റ് ഈസ് സ്റ്റഡീഡ് അണ്ടർ പോസിറ്റീവ് ഇക്കണോമിക്സ്. പോസിറ്റീവ് ഇക്കണോമിക്സ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഫാക്ട് ബേസ്ഡ് ആൻഡ് ദി സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ഇറ്റ് പ്രിസൈസ്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ക്ലിയർലി മെഷറബിൾ. എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് മെഷറബിൾ ആയിട്ടുള്ള നിലവിലുള്ള ട്രെൻഡിനെ കുറിച്ചുള്ള പഠനമാണ് പോസിറ്റീവ് ഇക്കണോമിക്സ്. ഓക്കെ, ഐഡിയാസ് അണ്ടർ പോസിറ്റീവ് ഇക്കണോമിക്സ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് എവിഡൻസ്. എവിഡൻസ് എന്ന് എന്താണ് അർത്ഥം? തെളിവ്. നിലവിലുള്ള തെളിവ് അനുസരിച്ച് തെളിവ് വെച്ച് നമുക്ക് പോസിറ്റീവ് ഇക്കണോമിക്സ് പഠിക്കാമെന്നാണ് പറയുന്നത്. ദെൻ കംസ് നോർമേറ്റീവ് ഇക്കണോമിക്സ്. നോർമേറ്റീവ് ഇക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് ഇക്കണോമിക്സ് ഫ്രം ദി ആംഗിൾ ഓഫ് വാട്ട് ഇക്കണോമിക്സ് വാട്ട് ടു ബി. ഇക്കണോമിക്സ് എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഒരു സെക്കൻഡേ, എങ്ങനെയായിരിക്കണം ഇക്കണോമിക്സ്, ആ ആംഗിളിലാണ് നമ്മൾ ഇക്കണോമിക്സിനെ പഠിക്കുന്നത്. മനസ്സിലായില്ല? എക്കണോമിക്സ് ഹൗ വാട്ട് ഇറ്റ് ഓട്ട് ടു ബി. ഓട്ട് ടു ബി എന്ന് പറഞ്ഞാൽ എന്താ?
ആയിരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് ഓട്ട് എന്നുള്ള വാക്കാണ് ഇന്നത്തെ താരം. ഓട്ട് ടു ബി എന്തായിരിക്കണം, നമ്മൾ ഐഡിയലി എന്തായിരിക്കണം, നമ്മുടെ പേരൻസ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, അധ്യാപകർ ആഗ്രഹിക്കുന്നു. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു ക്രിക്കറ്ററാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം അല്ലേ, അങ്ങനെ നമ്മൾ ഒരു കാഴ്ചപ്പാടില്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ എന്തൊക്കെ ആയിരിക്കണം ഐഡിയലായിട്ട്. ഇറ്റ് ഫോക്കസ് ഓൺ ഐഡിയോളജിക്കൽ പ്രത്യേകിച്ച് ആശയപരമായി, ഒപ്പീനിയൻ ഓറിയൻറ്റഡ്, പേഴ്സ്പെക്റ്റീവ്, വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്താ, വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്തായിരിക്കണം, മൂല്യത്തിൻ്റെ അടിസ്ഥിതമായ ഒരു കാഴ്ചപ്പാട്, അതാണ് ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മളെക്കുറിച്ച് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഫിഗറായിട്ട് നമ്മളെ ഐഡിയലായിട്ട് നമ്മളെ കാഴ്ചക്കുന്നതിനാണ് നോർമേറ്റീവ്. ഇറ്റ്സ് ഗോൾ ഇസ് ടു ബി summarize people's desirability to various economic issues. Okay, then asking, quoting what should happen or what ought to be, എന്തായിരിക്കണം സംഭവിക്കേണ്ടത്, എങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ നടത്തണം, എന്തായിരിക്കണം അതിൻ്റെ റിസൾട്ട്, അങ്ങനെയാണ് നോർമേറ്റീവ് ഇക്കണോമിക്സ് ഈസ് യൂസ് ബേസിക്കലി സബ്ജക്റ്റീവ് ആൻഡ് വാല്യൂ ബേസ്ഡ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മളെങ്ങനെയായിരിക്കണം എന്നുള്ളത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ പേരൻസിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അധ്യാപകരുടെ കാഴ്ചപ്പാടാണ്. മനസ്സിലായല്ലോ. സോ ആരെങ്കിലും കാഴ്ചപ്പാടിൻ്റെയോ ആരുടെയെങ്കിലും മൂല്യബോധത്തിൻ്റെയോ ബേസിലുള്ളൊരു പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക നോർമേറ്റീവ് ഇക്കണോമിക്സ്. ഒറിജിനേറ്റിംഗ് ഫ്രം പേഴ്സണൽ പെർസ്പെക്റ്റീവ്സ്, ഫീലിംഗ്സ് ആൻഡ് ഒപ്പീനിയൻസ്. ഡിഫൻസ് ഓൺ പൊളിറ്റിക്കൽ ഓർ അതോറിറ്റേറിയൻ, രാഷ്ട്രീയപരമായിരിക്കാം, ഏകാധിപത്യപരമായിരിക്കും. വിച്ച് ഈസ് വൈ ദിസ് ഇക്കണോമിക് ബ്രാഞ്ച് ഈസ് ഓൾസോ കോൾഡ് വാട്ട് ഷുഡ് ബി ഓർ വാട്ട് ought to be economics. അപ്പം എൻ്റെ പേര് ഇങ്ങനെ തന്നെയാണ്, വാട്ട് ought to be economics or what should be economics. Then ഇക്കണോമിക് തിയറി ആൻഡ് ഇക്കണോമിക് ലോസ്. ഇനി നമ്മൾ കാണുന്നതന്നെ അറിയാം, ഇക്കണോമിക് തിയറിയും ഇക്കണോമിക് ലോസും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യട്ടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇക്കണോമിക് തിയറി, എന്താണ് ഇക്കണോമിക് ലോസ്, രണ്ടുമൊക്കെ ഒരുപോലെ ആയിരുന്നു അല്ലേ. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ പല തിയറികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണല്ലോ നിയമങ്ങൾ, ചോടെ ഭയങ്കര സംഭവം. തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കി നമ്മുടെ ഒബ്സർവേഷൻസ്, അതിൽ നിന്ന് കിട്ടിയ നിഗമനങ്ങൾ, അങ്ങനെ നമ്മളുണ്ടാക്കിയ ഒരു തിയറി ശരിയല്ലേ. അപ്പോൾ തിയറി ലോസും രണ്ടാണ്. പല തിയറികളിൽ നിന്ന് നമ്മൾ സംക്ഷേപിച്ചെടുക്കുന്നതാണല്ലോ നിയമം. എന്താണ് ദി ലോ ഓഫ് ഡിമാൻഡ് അല്ലേ. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നത്, ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ വാട്ട് വി ക്യാൻ സേ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാട്ട് ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ്. അതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഈ നമ്മൾ എക്കണോമിക്സിൽ അങ്ങനെ ഭയങ്കര ഭൂമി ഉണ്ടായതിനെക്കുറിച്ച് നിയമങ്ങളുണ്ട്, ഗ്രാവിറ്റി നിയമങ്ങളുണ്ട്. എക്കണോമിക്സിലുള്ള നിയമങ്ങളിൽ ലോ ഓഫ് ഡിമാൻഡൊക്കെയാണ് പ്രധാനപ്പെട്ടത്. Economics laws seeks to establish cause and effect relation among variables. Okay, cause and effect relation variables. It is a statement about economic behavior. Economic behavior ഒരു എക്സ്പ്ലനേഷൻ ആണ് ഏത് ഇക്കണോമിക് ലോസ്. ആൻഡ് ഇക്കണോമിക് ലോ ഈസ് എ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ കോമൺ ഫാക്ട്. ഒരു പൊതുവായിട്ട് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു വസ്തുതയെക്കുറിച്ചുള്ള വസ്തുതയെക്കുറിച്ചുള്ള ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പൊതുവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ എക്കണോമിക് ലോ. ഇറ്റ് നെവർ എക്സ്പ്ലെയിൻ ടു വേരിയസ് നാട്ടോ തെറ്റിപ്പോയി ഓക്കെ അല്ലേ, വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദാറ്റ് ഫിനോമെനൻ. നമ്മൾ കാണുന്ന പ്രവണതയില്ലേ, നമ്മളിങ്ങനെ ലോ ആയിട്ട് പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിൽസുള്ള കാര്യങ്ങളൊന്നും ആ ലോയിൽ പറയുന്നില്ല. ലോ ഓഫ് ഡിമാൻഡിൻ്റെ വേറെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പറയും, അതാണ് ലോ ഓഫ് ഡിമാൻഡ്, അതിൻ്റെ ഈ അസംഷൻ ഉണ്ട് ആ അസംഷൻ ഉണ്ട്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ആദ്യഘട്ടത്തിൽ പറയില്ല, പിന്നെ സബ്സ്റ്റിറ്റിൻ്റെ പറയും. An example of economic law is the law of demand. The law of demand makes a statement in the background of certain conditions like price of the goods, income of the consumer, taste and preference of the consumer, etc. So that is the law of demand. Now, so that is economic laws. Then what is economic theory? How we can differentiate between economic law and economic theory? For the time being, first of all, when you are having an initial look, you may feel that both are the same, but they are not the same. How economic theory is different from economic laws? An economic theory is a comprehensive analysis about an economic phenomenon. അപ്പോൾ ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ലോ ഓഫ് ഡിമാൻഡ്. ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ദാറ്റ് ഇസ് ദ ലോ ഓഫ് ഡിമാൻഡ്. നത്തിങ് മോർ ദാൻ ദാറ്റ്. ദർ ഇസ് നോ സബ്സ്റ്റാൻഷിയേഷൻ, ദർ ഇസ് നോ explanation, there is no what we can say additional conditions, clauses, etc. that defend the law of demand. Okay, but here in the economic theory, there can be the theory of demand that explains different situations, that brings out different assumptions, deviations, oppositions, paradoxes or exemptions to the law of demand. Okay, അപ്പം അവിടെ എക്കണോമിക് തിയറി നമ്മൾ ഭയങ്കര എലാബറേറ്റീവാണ്, തിയറി എലാബറേറ്റീവ് ആയിരിക്കും, ലോ കൺസൈസ് ആയിരിക്കും. ഓക്കെ, നോ ഫോർ എക്സാമ്പിൾ ദ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് കെയ്ൻസ് അനലൈസ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് നാഷണൽ എംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. ഹിയർ അൺലൈക്ക് ലോ തിയറി ഈസ് കോംപ്രഹെൻസീവ് ആൻഡ് കംപ്ലീറ്റ്. അതാണ് നമ്മൾ കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് എന്ന് തന്നെ വാക്കിനർത്ഥം സമഗ്രമാണ്. വിത്ത് ദി തിയറി കണ്ടെയ്ൻസ് അസംഷൻസ്, ഹൈപ്പോത്തസിസ്, ഡെഫിനിഷൻസ്, ഇൻ്റർപ്രിട്ടേഷൻസ്, അനാലിസിസ്,
പോളിസി സജഷൻസ് എക്സെട്ര. അതാണ് എൻ്റെ തിയറി. നൗ സോ ഇക്കണോമിക് തിയറീസ് ആർ വാസ്റ്റ് ആൻഡ് കോംപ്രഹെൻസീവ് കമ്പയർഡ് ടു ഇക്കണോമിക് ലോസ്. തിയറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ്, പിന്നെ എന്താണ്, സമഗ്രമാണ് കമ്പയർഡ് ടു വാട്ട്, ഇക്കണോമിക് ലോസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇക്കണോമിക് തിയറി ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് economic theory and economic laws. Now we are coming to the next topic that is also quite familiar for you in the +2 level, and therefore to that topic refers to microeconomics and microeconomics. Microeconomics and microeconomics are the two major branches of economics. Okay, there is no problem when you are having this introductory statement. Both are two branches of what, economics. Then both have their own areas of focus and methodology of studying these topics. ശരിയല്ലേ? രണ്ടുപേർക്കും രണ്ട് സബ്ജക്റ്റ് ഏരിയ ഉണ്ട്. അവിടെ ഇത് പഠിക്കും, ഇവിടെ ഇത് പഠിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ പഠിക്കുന്ന സബ്ജക്റ്റും ഇത്ര വ്യത്യാസമുണ്ട്. ബേസിക്കലി മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ആൻഡ് സ്മോൾ ഓർ ദി സ്മോൾ ഇക്കോണമി. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്തിനെ കുറിച്ച് പറയുന്നത് നമുക്കറിയാം. മൈക്രോ സ്മോൾ, എ സ്റ്റഡി അബൌട്ട് സ്മോൾ എൻറ്റിറ്റീസ് ഇൻ ഇക്കണോമിക്സ്, ദാറ്റ് ഇസ് മൈക്രോ. ഓൺ ദി അതർ ഹാൻഡ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി അബൌട്ട് എൻ്റയർ ഇക്കോണമി ഓർ ദി അഗ്രിഗേറ്റ്, അല്ലേ? അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുന്നത്. ഇക്കോണമിയെക്കുറിച്ച് മുഴുവൻ പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ഫേംസ് ആൻഡ് മാർക്കറ്റ്. അതിങ്ങനെ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇൻഡിവിജ്വൽ ചെറുത്, ഫേംസ് ചെറുതിൽ, മാർക്കറ്റും എല്ലാ ഫേമും കൂടെ കൂടുന്നത്. ഇറ്റ് ലുക്സ് അറ്റ് ഇഷ്യൂസ് സച്ച് ആസ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമർ എങ്ങനെ ബിഹേവിയർ ചെയ്യുന്നു, ഇൻഡിവിജ്വൽ ബിഹേവിയർ, ലേബർ മാർക്കറ്റ് ആൻഡ് ദി തിയറി ഓഫ് ദി ഫേംസ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കും. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇൻഡിഫറൻസ് കർവ്, യൂട്ടിലിറ്റി തിയറി, ഇൻഡിവിജ്വൽ അപ്രോച്ച് യൂട്ടിലിറ്റി തിയറി, പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ശരിയല്ലേ? അവിടെ ഫേമിൻ്റെ ഇക്വലറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം മൈക്രോ എക്കണോമിക്സിലാണ്. ഓക്കെ, ദെൻ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ദി ഹോൾ ഇക്കോണമി, ലുക്സ് അറ്റ് അഗ്രിഗേറ്റ് variables such as aggregate demand, total demand, national output and inflation etc. എല്ലാത്തിനും ഇവിടെ നമ്മൾ തീരുമോ? ഇല്ല. ഒത്തിരി കാര്യം, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ദി ഇക്കോണമി, മണി സപ്ലൈ, ഇൻ്റർനാഷണൽ എക്സെട്ര കംസ് അണ്ടർ ദി ഡൊമൈൻ ഓഫ് മൈക്രോ എക്കണോമിക്സ്. എല്ലാം എവിടെ വരുന്നുണ്ട്? മൈക്രോ എക്കണോമിക്സിൻ്റെ കീഴിൽ വരുന്നുണ്ട്. നൗ സ്കോപ്പ് ആൻഡ് സബ്ജക്ട് മാറ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ്. നമ്മൾ പറയുന്നത് എന്താ അറിയാം, ഇതിനെക്കുറിച്ച് ഒരു എസ്സേ ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. വാട്ട് ആർ ദി സബ്ജക്ട് മാറ്റർ ഓഫ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ അല്പം കൂടെ ഇലാബറേറ്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുക ഡീറ്റെയിൽ ആയിട്ട് മൈക്രോ എക്കണോമിക്സിൽ എന്നൊക്കെ ഉണ്ട്, മാക്രോ എക്കണോമിക്സിൽ എന്താണ് ഡെഫിനിഷൻ അപ്പുറത്തേക്ക്. സ്കോപ്പ് ആൻഡ് സബ്ജക്ട് മാറ്റർ. സ്കോപ്പ്, സബ്ജക്ട് മാറ്റർ. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ദി സ്മോൾ യൂണിറ്റ്സ്, സ്റ്റഡീസ് അബൌട്ട് ദി വേരിയസ് സബ്ജക്റ്റീവ് സബ് ആക്ടിവിറ്റീസ് ലൈക്ക് ദി ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ദി കൺസ്യൂമർ, ദ പ്രൊഡ്യൂസർ, മാർക്കറ്റിംഗ് എൻറ്റിറ്റി എക്സെട്ര. ഇവരെക്കുറിച്ച് എല്ലാം പഠനം ഇവിടെയുണ്ട്, മൈക്രോ എക്കണോമിക്സിലുണ്ട്. ദെൻ ഫസ്റ്റ് നമ്മൾ പറയാം മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ്. ഇപ്പം നമ്മുടെ ഇക്കോണമിയിലെ ഡിമാൻഡ്, സപ്ലൈ, ഇതെല്ലാം മൈക്രോ എക്കണോമിക്സ് പഠിക്കും. മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, സപ്ലൈ കണ്ടീഷൻസ്, ഓക്കെ എക്സെട്ര. ദി ഫോളോയിങ് ഡയഗ്രാം ഷോസ് ഡിമാൻഡ് ഫംഗ്ഷൻ. കണ്ടോ, ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രയിച്ചിരിക്കുന്നു, ശരിയല്ലേ? അതാണ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, ദെൻ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, ദെൻ എഫ് ആഡ് ഓൺ okay, population, then disposable income. Okay, so there are a lot of aspects on which the demand for a particular commodity depends. Okay, so this is a demand curve, and here it shows demand of a particular commodity as a function of all these variables. മനസ്സിലായി? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഓരോ നോട്ടേഷൻ അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട. പക്ഷേ നിങ്ങൾ ഈ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കണം? ഇങ്ങനെ ഡയഗ്രാം വെച്ച് പ്രസൻറ്റ് ചെയ്യണം. നമ്മൾ ഡയഗ്രം ഇല്ലാതെ പലതും പ്രസൻറ്റ്, നമുക്ക് ഡയഗ്രം അറിയാം, പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്നില്ല. അത് വലിയൊരു എന്താ പറയുക, അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ്. നമ്മൾ ഡയഗ്രാം ഒരു പാരഗ്രാഫിൽ പോലും നമ്മൾ ചെറുതായിട്ട് ഇതുണ്ടോ, തീർന്നു, ശരിയല്ലേ? ക്വാണ്ടിറ്റി, ഡിമാൻഡ്, പ്രൈസ്, ഡിമാൻഡ് ഇങ്ങനെയുള്ളൂ കേട്ടോ, ഞാൻ ചുമ്മാ വരച്ചപ്പം കൂടിപ്പോയെന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താൻ അതിനൊന്നും ഒരു കുഴപ്പമില്ല, നമ്മൾ എഴുതിയാൽ മതി. ദെൻ സെക്കൻഡ്, മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് റിസോഴ്സ് അലോക്കേഷൻ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവായിരുന്നു. ഉണ്ടോ, എത്രമാത്രം സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യണം, എത്രമാത്രം ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന മനുഷ്യൻ്റെ കൺഫ്യൂഷനുള്ള ഒരു ആൻസറാണ് ഏത് ഈ മൈക്രോ എക്കണോമിക്സ് നമുക്ക് വരുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പഠിച്ചതാണ്. ദെൻ മൈക്രോ എക്കണോമിക്സ് സ്റ്റഡീസ് അബൌട്ട് കൺസ്യൂമർ ബിഹേവിയർ. കണ്ടോ, കൺസ്യൂമറിൻ്റെ സ്വഭാവം. നമ്മൾ തന്നെ എന്തെല്ലാം സെലക്ഷൻസ് നടത്തുന്നുണ്ട് ലൈഫിൽ ആസ് എ കൺസ്യൂമർ, വൺ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒത്തിരി സെലക്ഷൻസ് നടത്തുന്നുണ്ട്. ആ സെലക്ഷൻസിനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഏത് മൊബൈൽ ഫോൺ വേണം, ഏത് ഷർട്ട് വേണം, ഏത് ഷൂ വേണം ഒക്കെ നമ്മൾ തീരുമാനിക്കും അല്ലേ? അപ്പോൾ നമുക്കൊരു ബിഹേവിയർ ഉണ്ട്. ആ
ആ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ യൂട്ടിലിറ്റിയാണ്. നമ്മളത് ഭയങ്കര സിമ്പിളാണ്, നമുക്കറിയാം യൂട്ടിലിറ്റി തിയറി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് പരീക്ഷയ്ക്ക് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കണം, യൂട്ടിലിറ്റി തിയറിയുടെ ഒരു സംഭവമൊക്കെ നമ്മളവിടെ കാണിക്കണം എന്ന് നമുക്കറിയാമെന്നുള്ള രീതിയിൽ. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി കർവ് വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, മാർജിൻ യൂട്ടിലിറ്റി കർവാണ്. മാർജിൻ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മെൻഷൻ ചെയ്യാം കേട്ടോ. യൂട്ടിലിറ്റി കർവ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഇനിയിപ്പോൾ പഠിച്ചതാണ്. അതുപോലെ നിങ്ങൾ +2 പഠിച്ചാൽ നമ്മൾ അതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റി കർവ് എനിക്ക് പിടികിട്ടില്ല, അറിയിച്ചോടെ പഠിപ്പിക്കാമെന്ന് പറയും, ഐ എം റെഡി. Okay, no problem. But we are studying it for the third time. It is not needed. You can just read, and any problem, any doubt, you can clear it. That's the best way. Okay, so microeconomics studies about the consumer behavior. ഇനി നമുക്ക് നാലാമതായിട്ട് പറയാം മൈക്രോ എക്കണോമിക്സിൻ്റെ ഓരോ ഫീച്ചേഴ്സ് പോലെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എക്സ്പ്ലെയിൻസ് മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റിൽ പിന്നെ നമ്മളിപ്പം കൺസ്യൂമറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ, കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ പ്രോബ്ലത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കണ്ടീഷൻസ് ഒക്കെ പറയുന്നത് നമ്മൾ പഠിച്ചു, നമ്മൾ അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരു സെക്കൻഡേ, ഓക്കെ, പിന്നെ നമ്മളെ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താ നോക്കുന്നത് എന്താണ് മാർക്കറ്റ് കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞിൽ നിന്ന് വലുതിലേക്ക് പോവാം. അപ്പോൾ അതിൽ ആദ്യമേ കൺസ്യൂമറിനെ കുറിച്ച് പഠിച്ചു, ലോ ഓഫ് ഡിമാൻഡിനെ കുറിച്ച് പഠിച്ചു, അതെല്ലാം കുഞ്ഞു സംഭവങ്ങളാണല്ലോ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വലുതാണല്ലോ. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനൊന്നും മൈക്രോ എക്കണോമിക്സിലാണ്. അനദർ മേജർ ഏരിയ ഓഫ് മൈക്രോ എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ഫേംസ് ആൻഡ് മാർക്കറ്റ്സ്. ഓക്കെ, ഫേംസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, കമ്പനികൾ. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒത്തിരി ഫേംസ് കൂടുന്നതാണ് ഏത് മാർക്കറ്റ്. ദിസ് ഈസ് ദ മാർക്കറ്റ്, ദീസ് ആർ ഓൾ ഫേംസ്, X firm, Y firm, like that, So the production and supply situation of the individual firms as well as that of markets are analyzed under microeconomics. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അവിടെ പഠിക്കുന്നത് മൈക്രോ എക്കണോമിക്സിൽ. അത് ജസ്റ്റ് പറഞ്ഞാൽ മതി, നമ്മളവിടെ മൈക്രോ എക്കണോമിക്സിൽ ഇതൊക്കെ പഠിക്കുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ പേജ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒറ്റ ഡയഗ്രാം കൂടെ എടുത്ത് വീശുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കിട്ടും. ഓക്കെ, ഇക്വിലിബ്രിയം ഓഫ് ദി ഫേംസ്, ഇക്വിലിബ്രിയം ഓഫ് ദി ഇൻഡസ്ട്രി, ഡിഫറെൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ ലൈക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഒളിഗോപ്പൊളി എക്സെട്ര are covered under microeconomics. So scope and subject matter of microeconomics, it includes what market conditions. അപ്പോൾ നമ്മളൊരു ഡയഗ്രാം ഏർപ്പെടുത്തുക. എന്തിനാണ് ഡയഗ്രാം ഏർപ്പെടുത്തുന്നത്? ഈ ഡയഗ്രാം ഇല്ലാതെ നമുക്ക് ഒന്നും ശരിയാവില്ല. അല്ലെങ്കിൽ നമുക്ക് എക്കണോമിക്സ് ആണ്, നമുക്ക് ഡയഗ്രാം വേണം. ഏതൊക്കെ ഡയഗ്രാം വേണ്ടി വരും എന്നുള്ളതാണ്, അതിനെ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. ഇപ്പോൾ ഒരു സെലക്ഷൻ പ്രോബ്ലം ആണ്, ഒത്തിരി ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? നമ്മൾ കെയ്ൻഷ്യൻ ഗ്രോത്ത് പഠിച്ചിട്ടുണ്ട്, ഇക്കണോമി മൈക്രോ എക്കണോമിക്സ് ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൃത്യ സമയത്ത് ഉപയോഗിച്ചില്ലേ നമുക്ക് മാർക്ക് കിട്ടില്ല. ഇവിടെ നമ്മളങ്ങനെ ഡയഗ്രാം ഉപയോഗിക്കുക. ഈ ഡയഗ്രാം നിങ്ങൾ കണ്ടിട്ടാണല്ലോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടാന്ന് എനിക്ക് തോന്നി. ഉണ്ടോ? ഇതാണ് MC, AC, MR = ER. നമ്മൾ ഇതിനു മുമ്പ് കണ്ടോ. ഈ ഡയഗ്രാം പിന്നെ ഞാൻ കൊണ്ടുവരാനുള്ള കാരണം ഒരു ഡയഗ്രാം വെച്ച് പല ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഫേമിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് സപ്ലൈ കർവ്, ഈക്വിലിബ്രിയം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട സെയിം ഡയഗ്രാം. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എല്ലാ മാർക്കറ്റ് കണ്ടീഷൻസും എവിടെ പ്രതിപാദിക്കുന്നുണ്ട്? മൈക്രോ എക്കണോമിക്സ്. ഹലോ, ഓക്കെ. സോ മൈക്രോ എക്കണോമിക്സ് അതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മളിവിടെ ആഡ് ചെയ്യണം. പിന്നെ ഏറ്റവും സാറിന് മൈക്രോ എക്കണോമിക്കാണ് സോഷ്യൽ വെൽഫെയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ശരിയല്ലേ? അത് നമ്മൾ +2 പഠിച്ചിട്ടില്ല. അവിടെ ഇങ്ങനെ പരേറ്റോ ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. പരേറ്റോ ഇക്വിലിബ്രിയം ഒരു സംഭവം കേട്ടോ. പരേറ്റോ ഭയങ്കര പ്രധാനമാണ്, നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സംഭവം പരേറ്റോ ഇക്വിലിബ്രിയം. അതുകൊണ്ട് ഞാനിങ്ങനെ പരേറ്റോ ഇക്വിലിബ്രിയം ഇങ്ങനെ മെൻഷൻ ചെയ്തു. അപ്പം വെൽഫെയർ എങ്ങനെ കൂടും? അപ്പം പണപ്പെട്ടവൻ്റെ നിന്ന് ഗവൺമെൻറ് 100 രൂപ മേടിച്ചു, പണമുള്ള ആൾ പാവപ്പെട്ടവന് കൊടുത്തു. പണപ്പെട്ടവന് നഷ്ടപ്പെട്ട സന്തോഷമാണോ പാവപ്പെട്ടവന് കിട്ടുന്നത്? പണം റിച്ച് ആയിട്ടുള്ള ആൾക്ക് 100 രൂപ പോയപ്പോൾ ഒരു നഷ്ടം വന്നു. അപ്പോൾ അയാൾക്ക് വെൽഫെയർ പറഞ്ഞു. അത്രയും വെൽഫെയർ ആണോ പാവപ്പെട്ടവന് ആ 100 രൂപ കിട്ടുമ്പം കിട്ടുക? അല്ല, പാവപ്പെട്ടവന് 100 രൂപ ഭയങ്കര വലുതാണ്. അപ്പോൾ അയാളുടെ സംതൃപ്തി ഭയങ്കര വലുതാണ്, അയാളുടെ വെൽഫെയറും ഭയങ്കര വലുതാണ്. ഇതാണ് സോഷ്യൽ വെൽഫെയറിനെ കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാട്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വെൽഫെയർ എക്കണോമിക്സ് പഠിക്കും. അങ്ങനെ പഠിക്കുന്ന വെൽഫെയർ എക്കണോമിക്സ് നമ്മുടെ മൈക്രോയുടെ ഭാഗമാണെന്നാണ് പറയുന്നത്, മൈക്രോ എക്കണോമിക്സിൻ്റെ ഭാഗം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈക്രോ എക്കണോമിക്സ്. ഡിഫറെൻറ്റ് വാട്ട് ഈസ് മൈക്രോ എക്കണോമിക്സ്, സ്റ്റഡി അബൌട്ട് ഫോംസ്, സ്റ്റഡി അബൌട്ട് സ്മോൾ യൂണിറ്റ്സ്, etc. Okay, then we have to explain what are the subject matter, what are the topic which comes under microeconomics. Okay, so അപ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടു. 5 പോയിന്റിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള മാക്രോ എക്കണോമിക്സിനെ കുറിച്ച് പഠിക്കാം. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, വലുതെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ബിഗർ ഇഷ്യൂസ് വി ആർ കവറിങ് അണ്ടർ മൈക്രോ എക്കണോമിക്സ്.
Bigger issues are the issues for the entire economy, the issues for the entire society. So such issues are covered under what? Microeconomics. Okay, what is microeconomics? Is the study of the whole economy. Everything is very clear. It's a study about what? Whole economy. അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അഗ്രിഗേറ്റ് എന്നൊക്കെ പല പ്രാവശ്യം പ്ലസ് ടു പഠിച്ചിട്ടുണ്ടല്ലേ. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താ? എല്ലാം കൂടെ വെച്ചു എന്നാണ്, കൂട്ടി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഇക്കോണമിയിലെ എല്ലാത്തിനെയും കുറിച്ചുള്ള അർത്ഥത്തിലാണ് ഈ അഗ്രിഗേറ്റ് എന്നുള്ള പദം അവിടെ വരിക. അഗ്രിഗേറ്റ് വേരിയബിൾ സച്ചസ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് ഇപ്പോൾ നമ്മൾ ടോട്ടൽ അല്ലേ, അഗ്രിഗേറ്റ് ടോട്ടൽ. നാഷണൽ ഔട്ട്പുട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തെക്കുറിച്ചാണ് അല്ല, കമ്പനിയുടെ ഔട്ട്പുട്ടിനെ കുറിച്ചാണ് അല്ല, ഒരു ഇൻഡസ്ട്രിയുടെ ഔട്ട്പുട്ടിനെ കുറിച്ചാണ് അല്ല, എല്ലാം കൂടിയുള്ള ഔട്ട്പുട്ടിനെ കുറിച്ച്. എംപ്ലോയ്മെൻറ്റ്, എല്ലാവർക്കും എന്തായാലും തൊഴിൽ കിട്ടുന്നുണ്ട്. ദെൻ മണി സപ്ലൈ, എത്രമാത്രം ഇക്കോണമി മണി സപ്ലൈ ഉണ്ട്. ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം. ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് സൈക്കിൾ, ട്രേഡ് സിറ്റുവേഷൻ, all those comes under what? Macroeconomics. Okay, you just explain what is macroeconomics and what all items you are studying under what? Macroeconomics. Everything is very clear and it will be finished. Okay, so ഈ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ച് നമ്മളങ്ങനെ പറഞ്ഞു. പിന്നെ മൈക്രോ എക്കണോമിക് പോളിസി മെഷേഴ്സ് കുറേ സംഭവങ്ങളുണ്ട്. മൈക്രോ എക്കണോമിക്സിൽ ഒത്തിരി കാര്യങ്ങൾ പോളിസി ഉണ്ട്. നമ്മളിങ്ങനെ ബുള്ളറ്റ് ഇട്ട് എഴുതിയേക്കുന്നതെന്ന് അറിയോ? ഒരു സാറ് എക്സാമിനേഷൻ പേപ്പർ നോക്കുമ്പോൾ ഓരോന്ന് ടിക്ക് ചെയ്ത് അവിടെ നമ്മളെക്കുറിച്ച് വിചാരിക്കും ഹി നോസ് എവറിത്തിങ്. സോ വി ഗെറ്റ് ലോട്ട് ഓഫ് മാർക്സ്. സോ ദാറ്റ് ഇസ് വൈ വി ഹാവ് അഡോപ്റ്റഡ് ബുള്ളറ്റ് ഫോർമാറ്റ് ഓർ വാട്ട് വി ക്യാൻ സേ പോയിൻ്റ് ഫോർമാറ്റ്. പോയിൻ്റ് ഫോർമാറ്റിൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്കിങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ പൊലിപ്പിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇതൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ എഴുതും. അപ്പോൾ അതിനെ കോപ്പിടിച്ച് നമ്മൾ തട്ടുക. ഇനി മൈക്രോ എക്കണോമിക് പോളിസി മെഷേഴ്സ് ഗവൺമെൻറ്റിന് എടുക്കാം അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബഡ്ജറ്റ് ഒരു മൈക്രോ എക്കണോമിക് പോളിസി മെഷേഴ്സ്. ഗവൺമെൻറ് ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞൊരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ചൈന ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇന്ത്യ ഉണ്ടാക്കാൻ പോകും. നടക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കിയോ. ചൈനയിലെ മൊബൈൽ ഫോൺ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നടക്കില്ല. ചൈനയിലെ ഓരോ സാധനങ്ങളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വരാറില്ല വീഡിയോ, പുതുതായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കര സംഭവം കേട്ടോ. ചൈനയെ പോലെ നമുക്ക് ആകാൻ പറ്റണം. അതുപോട്ടെ. Microeconomics are known for making several policy tools that can be used to support the entire economy. Following are the important policy measures under microeconomics. Monetary and fiscal policies. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ മണി സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ അറിയാലോ. ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് ബഡ്ജറ്റ്. നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആരാണെന്നറിയില്ല, നിർമ്മല സീതാരാമൻ. ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർക്ക് നല്ല മിടുക്കിയായിട്ടുള്ള ആളാണ്. അപ്പം അവരുടെ ആണ് ബഡ്ജറ്റ് ഫിസിക്കൽ പോളിസിക്കകത്താണ് വരുന്നത്. പിന്നെ മണി സപ്ലൈ എത്രമാത്രം, അതെല്ലാം മോണിറ്ററി പോളിസിക്കകത്ത് വരും. ദെൻ ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെൻറ്റ്, മാനേജ്മെൻറ്റ് എക്സെട്ര, ഓൾ ദോസ് ഇഷ്യൂസ് കംസ് അണ്ടർ വാട്ട്? മൈക്രോ എക്കണോമിക്സ്. ഇക്കണോമിക് ഗ്രോത്ത്, ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ഗ്ലോബലൈസേഷൻ. സ്ട്രക്ചറൽ ചേഞ്ചസ്. എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ്? ഘടനാപരമായ മാറ്റം. ഈ വാക്ക് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, പേടിക്കണ്ട. ഇക്കോണമി അഗ്രികൾച്ചറിൽ നിന്ന് മാറി ഇൻഡസ്ട്രിയിലേക്കും സർവീസ് സെക്ടറിലേക്കും ദീർഘകാലയളവിൽ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ആ പ്രോസസ്സിന് പറയുന്നത് സ്ട്രക്ചറൽ ചേഞ്ചസ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഇക്കണോമിക്സിൽ പിന്നെ പഠിക്കേണ്ടതാണ്. പ്ലസ് ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ വന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ ഓൾ ദോസ് ഇഷ്യൂസ് മേക്ക് ഇക്കണോമിക്സ് ആൻ അട്രാക്റ്റീവ് ടോപ്പിക്. ദെൻ ബഡ്ജറ്റ്, ഗവൺമെൻറ് ബോറോയിങ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കടമെടുക്കിച്ച. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഗവൺമെൻറ്റുകളാണ്. കണ്ടോ, കോവിഡിൻ്റെ സമയത്തുണ്ടല്ലോ. കോവിഡിൻ്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു? നമുക്കെല്ലാവർക്കും അരിയുണ്ട്, നമ്മൾ വീട്ടിൽ ഇരുന്നാൽ മതി, ബോറടിച്ചിരിക്കും. അത് വേറെ കാര്യം, വരുമാനമില്ല. അപ്പോഴും ഗവൺമെൻറ് നമുക്ക് പൈസ എവിടുന്നായി ഗവൺമെൻറ് ഇതെല്ലാം കൊണ്ട് തരുന്നത്? ഗവൺമെൻറ് ശരിക്കും ഡെപ്റ്റിലാണ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കട. ഗവൺമെൻറ് മാർക്കറ്റിൽ നിന്ന് കടം എടുക്കുന്നുണ്ട്. ഈ കോവിഡ് കഴിയുമ്പം പല ഗവൺമെൻറ്റുകളും പൊട്ടും. ഇന്ത്യ പൊട്ടുമല്ലോ കേട്ടോ, എവിടെ? ആഫ്രിക്ക ഗവൺമെൻറ്റുകൾ പൊട്ടും, ഉറപ്പാണ്. കാരണം ആഫ്രിക്ക ഗവൺമെൻറ്റിൽ അത്രയും കടമെടുത്ത് ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഗവൺമെൻറ്റുകൾ ഒത്തിരി കടക്കണിയിലാണ്. ഇനി നമ്മൾ കാണുന്നതാണ് അറിയാം, നമ്മൾ ഇക്കോണമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂള്, പടം കാണും. നമ്മളൊരു പടം അവിടെ വെച്ചേക്കുക. കാരണം ഇവിടെ ഒരു പടം നമ്മളെടുത്ത് വീശുന്നുള്ള അഗ്രിഗേറ്റ് സപ്ലൈ കർവ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആൻഡ് ഫിലിപ്സ് കർവിനെ കുറിച്ച് നമ്മൾ ചുമ്മാ പറയുന്നു. ഫിലിപ്സ് കർവ് നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, എന്നാലും ഞാൻ ചുമ്മാ ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. പറയാം, ഇതുണ്ടോ? ഇത്രയാണ് നമ്മുടെ ഇൻകം. ഇവിടെ ഇത്രയും ഇൻകം ഉണ്ട്, മനസ്സിലായല്ലോ. ഇൻകം ഇതാണ് ലോങ് റൺ ആവറേജ് സപ്ലൈ കർവ്. ഇത് സപ്ലൈ കർവാണ്. നമുക്കറിയാം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും ഇൻകം ഉണ്ട്, ഇത്രയും എംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത്രയും നമുക്കുള്ളൂ. ഇനി ഇതിനപ്പുറത്തേക്ക് ഇൻകം കൂട്ടാൻ പറ്റിയല്ല. കണ്ടോ, ഇനി എത്രമാത്രം സംഭവം ശരി കൂടി പ്രൈസ് ലെവൽ വേറെ എന്തൊക്കെ നമ്മൾ ഡിമാൻഡ് കൂട്ടിയാലും ഇത് ഡിമാൻഡ് കൂട്ടുക. ഇവിടെ കണ്ടോ, ഡിമാൻഡ് കൂടിയാൽ എന്ത് ഔട്ട്പുട്ട് കൂടുന്നുണ്ടോ? ഇല്ല.
കാരണം സപ്ലൈ സ്റ്റേബിളാണ്. കാരണം നിലവിലുള്ള സംഭവങ്ങൾ വെച്ചല്ലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ച് സംഭവങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ പ്രൊഡ്യൂസ് ചെയ്യാൻ. നമ്മളെ കുറച്ച് പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് റിസോഴ്സുള്ളൂ. അതെന്ത് സംഭവിക്കുന്ന അറിയാം, നമുക്ക് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്നൊക്കെ ഡിമാൻഡ് കൂടിയാലും ഈ സപ്ലൈക്കാർ പറയുന്ന പോലെ നമുക്ക് എന്തുണ്ടാവും, സപ്ലൈ കുറവേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇൻകം കൂടാൻ പറ്റിയല്ല, പ്രൈസേ കൂടുള്ളൂ. ഇൻകം കൂടിയല്ല, ഇൻകം മാക്സിമം Y2-ലാവും. ഒന്ന് ഡിലീറ്റ് ചെയ്യാവേ, ഡിലീറ്റ് ചെയ്യട്ടെ. ഡിലീറ്റ് ചെയ്യുന്ന വന്നില്ല. അതാണ്. അപ്പോൾ ഞാൻ എന്നാ പറഞ്ഞിട്ടുണ്ടേ, ഈ കർവിൻ്റെ ഒരു മനസ്സിലാക്കില്ല. ഇത് നമുക്ക് ബോർഡിൽ കോളേജ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ പോകുന്നില്ല, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആവും. എന്നറിയാം, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അന്ന് ഞാൻ നോക്കട്ടെ എടുത്തിട്ട്. അതെ, ഇത്ര 2-3 മണിക്കൂറായില്ലേ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. വ്യൂ PDF ആട്ടോ. അപ്പോൾ ഞാൻ ഒന്നും പോട്ടെ, അത് റെസ്പോണ്ട് ചെയ്യില്ല, നമുക്ക് കുഴപ്പമില്ല. ഈ ഡയഗ്രത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇതാണ് സപ്ലൈ കർവ്. ഈ സപ്ലൈ കർവ് ഇവിടെ വരുമ്പോൾ സ്ട്രെയിറ്റ് ആവും. സപ്ലൈയും ഡിമാൻഡും കൂടെ കൂടുമ്പോഴാണ് ഇക്വലിബ്രിയം. ഇതുണ്ടോ, ഇത് ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്, ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഇങ്ങോട്ട് കൂടി, അപ്പോൾ മാക്സിമം ഇൻകം ആയി. മനസ്സിലായല്ലോ. ഇത് കൂടുതൽ ഇൻകം ഉണ്ടാവില്ല. കാരണം എന്ന് അറിയോ, ഇത് കൂടുതൽ നമുക്ക് സപ്ലൈ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മുകളിലോട്ട് പോവുക. കാരണം നമ്മളെ അത്രയും പൈസയുള്ളൂ ഇക്കോണമി ഇൻവെസ്റ്റ് ചെയ്യാൻ, അത്ര ഔട്ട്പുട്ടേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ ഡിമാൻഡ് കൂടി നിങ്ങൾ എന്താണ്ടാവുള്ളൂ, ഓരോ ഔട്ട്പുട്ടിനും വില കൂടുകയുള്ളൂ. ഉണ്ട് ഇവിടെ പ്രൈസ് 1, പ്രൈസ് 2, പ്രൈസ് ഗോസ് അപ്പ്, ആസ് ഡിമാൻഡ് ഇൻക്രീസസ് ഇൻ P3. P3 വരുമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഫിഗർ ഓഫ് ഈ സപ്ലൈ കർവ് നമുക്ക് ഒത്തിരി സപ്ലൈ കർവും ഡിമാൻഡ് കർവും വെച്ചിട്ട് എന്താണ് നമ്മളോട് മാക്രോ എക്കണോമിക്സ് ചില കാര്യങ്ങൾ പറയുവാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ മൊത്തം സപ്ലൈ. ഡിമാൻഡ് എത്ര കൂടിയാലും ഇൻകം കൂടിയല്ല പറയുന്നതേ ഉള്ളൂ, പ്രൈസേ കൂടുള്ളൂ. കാരണം നമുക്ക് കുറച്ച് സപ്ലൈ ചെയ്യാൻ സാധനങ്ങൾ ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, അഗ്രിഗേറ്റ് സപ്ലൈ കർവിൻ്റെ ഒരു ലോജിക്ക്, അതിൻ്റെ ഉപയോഗം. നമ്മൾ വേറൊരു സംഭവം പറയാം, അതിൻ്റെ പേരാണ് ഫിലിപ്സ് കർവ്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഫിലിപ്സ് കർവൊക്കെ ചുമ്മാ ഇങ്ങനെ ഇട്ടത് നിങ്ങളുടെ ആൻസറിന് ഇച്ചിരി സൗണ്ട്നെസ് കിട്ടുമെന്ന് വിചാരിച്ച് തട്ടി കേട്ടോ. ഫിലിപ്സ് കർവ് പറയുന്നതിന് അറിയാം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് ഫിലിപ്സ് കർവ് പറയുന്നത്. അപ്പോൾ ഫിലിപ്സ് കർവ് പറയുന്നതിന് അറിയാം, വെൻ യു ആർ റെഡി ടു go with or live with or adjust with high level of inflation, ഇതുണ്ടോ ഇൻഫ്ലേഷൻ കൂടും, you can reduce unemployment. ഇൻഫ്ലേഷൻ മോശമാണ്, അൺഎംപ്ലോയ്മെൻറ്റ് മോശമാണ്. പക്ഷേ നിങ്ങൾ ഒരെണ്ണം കൂടുതൽ സഹിക്കാൻ തയ്യാറായാൽ മറ്റത് കുറയുമെന്ന് പറയാം. ഇതാണ് ഫിലിപ്സ് കർവിൻ്റെ ലോജിക്ക്. എന്താണ് ഫിലിപ്സ് കർവ് നമ്മളോട് പറയുന്നത് അറിയോ, ദർ ഇസ് ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറച്ചിട്ട് മറ്റേത് കൂട്ടാം, അത് മറ്റേത് കുറച്ചിട്ട് ഇത് കൂട്ടാം. രണ്ടും കൂടെ ഒരുമിച്ച് കുറയ്ക്കാൻ പറ്റുമല്ല. അതാണ് ഈ ഡയഗ്രം ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വരുമ്പം രണ്ടും ഒരു ഒപ്റ്റിമൽ ലെവലാകുമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പം വെൻ യു ആർ റെഡി ടു അണ്ടർഗോ ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലേഷൻ യു ക്യാൻ റെഡ്യൂസ് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണെന്നറിയോ, അതിൻ്റെ അർത്ഥം എന്നറിയോ, ഇൻഫ്ലേഷൻ കൂടുകയാണെ കൂടുന്നതിന് ഞാൻ ഇങ്ങനെ മുകളിൽ ആരോടെയൊക്കെ ഇട്ടു. അപ്പോൾ സാധനങ്ങളുടെ വില കൂടും, ഗുഡ്സിൻ്റെ വില കൂടും, ഗുഡ്സിന് ഇടുക പ്രൈസ് കൂടും. അപ്പം പ്രൊഡ്യൂസർ എന്നാണെന്നറിയോ, സാധനത്തിൻ്റെ വില കൂടിയെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് ലാഭം. ആർക്കാ ലാഭം? പ്രൊഡ്യൂസർക്കാണ് ലാഭം അല്ലേ, പ്രൊഡ്യൂസർക്കാണ് ലാഭം. അപ്പോൾ പ്രൊഡ്യൂസർ എന്നാണെന്നറിയോ, അയാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. ഐഡിയിൽ ഡിലീറ്റ് ചെയ്യട്ടെ, വൃത്തിയായിട്ട് പറയാം. അതും കൂടെ ഉള്ളൂ കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതും കൂടെ കഴിഞ്ഞ് ക്ലാസ് നടത്താം. നിങ്ങൾ ബോറടിച്ച് അല്ലെങ്കിൽ ഇത്രയും നേരം ക്ലാസ്സിൽ ഇരുന്ന് മടുക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു 35 മിനിറ്റ്സുക്കുള്ള ഒരിക്കലും എടുക്കാറില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, ഫിലിപ്സ് കർവിൻ്റെ ലോജിക്കാണ്. ഈ ഡയറൊക്കെ ഇങ്ങനെ സാറിങ് വരച്ച് എന്താ കഥയെന്ന് നിങ്ങൾ ചിന്തിക്കൂല. അതിനൊരു മറുപടി തരാൻ വേണ്ടി എന്താണെന്നറിയാം, നമ്മളിങ്ങനെ ഇൻഫ്ലേഷൻ കൂടുതലാണ് പറഞ്ഞാൽ ഗുഡ്സിൻ്റെ പ്രൈസ് കൂടുതലാണ് അല്ലേ, പ്രൈസ് കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, പ്രൊഡ്യൂസർ എന്താ പറയുക, പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. കാരണം അയാളെന്നറിയോ, അയാൾക്ക് മനസ്സിലായി സാധനങ്ങളുടെ വില കൂടുതല, അപ്പോൾ ലാഭം കൂടുതൽ. ആർക്കാ ലാഭം കൂടുതൽ, പ്രൊഡ്യൂസർക്ക് ലാഭം കൂടുതൽ. അയാളെന്താ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ എന്താണെന്നറിയോ, പ്രൊഡക്ഷൻ കൂടും. മനസ്സിലായല്ലോ അല്ലേ, പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്തെന്നറിയോ, ആൾക്കാർക്ക് തൊഴിൽ കൂടും. ശരിയല്ലേ, തൊഴിൽ കൂടുമ്പോൾ എന്തുണ്ടാവും, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും, തൊഴിലില്ലായ്മ കുറയും. ഇവിടെ നമ്മൾ തൊഴിലല്ല കൂടും, തൊഴിലില്ലായ്മ എടുത്തേക്ക്. അപ്പോൾ എന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. അപ്പോൾ ഇതിവിടെ ഇൻഫ്ലേഷൻ കൂടി, ഏറ്റവും അവസാനം അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു. മനസ്സിലായല്ലോ. സോ ദാറ്റ് ഈസ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഓർ ട്രേഡ് ഓഫ് എന്നുള്ള വാക്ക് ഞാനിവിടെ എഴുതിക്കോട്ടെ. ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് അണ്ടർ ഫിലിപ്സ് കർവ്. ഓക്കെ, അപ്പോൾ ഫിലിപ്സ് കർവിൽ അതാണ് സംഭവം. നമ്മൾ ക്ലാസ് വരുമ്പോഴത്തേക്ക് ഞാൻ ഫിലിപ്സ് കർവ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇങ്ങനെ ഓൺലൈനായിട്ട് പറയുന്നതിനേക്കാൾ ഉപരി, കാരണം നിങ്ങൾ എത്ര ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഫിലിപ്സ് കർവ് അങ്ങനെ കാണാം. ദെൻ another element of microeconomics, it studies national income accounting under microeconomics. We study national income. National income accounting is a major area under microeconomics. The Keynesian two-sector model, C plus I, and four-sector model, C plus I plus G plus X minus M models. The Keynesian cross analysis, this is the income
this is the spending C, C plus I, C plus G, sorry, I plus G. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് കാണുമല്ലോ അല്ലേ? പഠിച്ചിട്ടുണ്ട്. സോ ദ കെനീഷ്യൻ ടു സെക്ടർ ആൻഡ് ഫസ്റ്റ് മോഡൽ ദ കെനീഷ്യൻ ക്രോസ് അനാലിസിസ് ഹെൽപ്സ് us to understand national government's function. ഓക്കെ, കെനീഷ്യൻ ക്രോസിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കോട്ടോ. ഇതാണ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് നമുക്ക് C plus I plus G ആണെന്ന് പറയാം, നമുക്ക് പറയാം. ഇത് ഇൻകം ലൈന്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ GDP ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ പഠിക്കും? നമ്മൾ മാക്രോ എക്കണോമിക്സ് പഠിക്കും. സോ ദീസ് ആർ സം ഓഫ് ദി ഏരിയാസ് വിച്ച് ആർ കവേർഡ് അണ്ടർ മൈക്രോ എക്കണോമിക്സ് ഗീവ്സ് സെവറൽ പോളിസി മെച്ചേഴ്സ്. ഹെൻസ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിങ് നാഷണൽ മൈക്രോ എക്കണോമിക് പ്രോബ്ലം ലൈക്ക് അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ഇക്കണോമിക് ഗ്രോത്ത്, ഇൻ്റർനാഷണൽ ട്രേഡ്, money supply and monetary phenomena, etc. All such issues, including the distribution of income, are covered under what? Microeconomics. Okay, so these are the scope and subject matter of both microeconomics and macroeconomics. That's all about today's class. Okay, thanks for listening. ഞാൻ ക്ലാസ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അറ്റൻഡൻസ് എടുക്കാം.